ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ എം സിയുടെ ചിരിച്ച മോന്തയാണ്. അതൊരു റിഫ്രഷിങ് ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ ജോണും ജോബിലും ഇവൻ എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു, ഇവൻ വല്ല ഡീമനുമാണോ? അപ്പോൾ ബാക്കിയുള്ള ഡിസിപ്ലിൻസ് ആണെങ്കിൽ നീ ചെയ്തത് നന്നായി, നീ അവനെ അങ്ങനെ തന്നെ തള്ളണമായിരുന്നു, അത് ശരിക്കും കാലയ്ക്ക് എല്ലാം കണ്ടു ഞെട്ടി നമ്മുടെ ജോണും. അവരെല്ലാം നമ്മുടെ എം സി അടുത്ത് നിന്നിട്ട് നീ ചെയ്തത് നന്നായി എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണെങ്കിൽ നിങ്ങളിവിടെ വെച്ച് നിർത്ത്, നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണം, അങ്ങോട്ട് മാറിപ്പോ. അപ്പോൾ നമ്മുടെ എം സിനെ യോജന നോക്കിയിട്ട് സീനിയർ ബ്രദർ. അപ്പോൾ യോഞ്ചോങ്ങിന് മനസ്സിലായി അത് അവൻ്റെ അവസരമായിരുന്നു ഇനി. എന്നിട്ട് യോഞ്ചോ മനസ്സിൽ പറയുകയാണ്, അത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു, പക്ഷേ അവൻ ഞാൻ ചെയ്തതിനേക്കാൾ നന്നായിട്ട് ചെയ്തു. ഇപ്പം എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യണം, ഞാൻ റെഡിയാണ്. അപ്പോൾ എം സി, നീ എന്നെ അവിടെ വെറുതെ നിൽക്കുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ യോഞ്ചാണ്, ഇവൻ എപ്പോൾ എല്ലാം ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും നല്ലത് ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് യോഞ്ചൻ പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ എൻ്റെ അടുത്ത്? ആ സദേൺ സെറ്റിൻ്റെ മാർഷൽ ആർട്സിൻ്റെ ക്യാരക്ടറിക്സോ എന്തെങ്കിലുമൊക്കെ? അപ്പോൾ എം സി, ഞാനിപ്പോൾ പറഞ്ഞു എന്നോർത്ത് നിനക്ക് എന്തെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ? നീ ഇപ്പം അങ്ങോട്ട് പോകും, എന്നിട്ട് നിൻ്റെ ഓപ്പണിനെ കാണുന്ന സമയം തന്നെ ഒരു മുഖത്ത് നോക്കി ഒരു തല്ല് കൊടുക്കുക. ശരി, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് യോഞ്ചങ് അവിടെ നിന്ന് ഒരു വുഡൻ സോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് യോഞ്ചോ മനസ്സിൽ പറയണം, എല്ലാവരുടെയും കണ്ണുകളിൽ എക്സ്പെക്റ്റേഷൻസാണ് എന്തോ ഒരു അതിശയകരമായി നടക്കുമെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ തോറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ എം സി സീനിയർ ബ്രദർ യോഞ്ചോ അങ്ങനെ തിരിഞ്ഞു നോക്കി, നീ ഇപ്പോൾ നീ തോറ്റ് കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അതിഞ്ഞെട്ടി യോഞ്ചോ. എന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് ആ വിൻഡ് ഈ ഡാഷനിലും ഫ്ലോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ റീമിലേക്ക് കയറി ചെന്ന് നമ്മൾ യോഞ്ചോ, ഞാൻ യോങ്ചോങ്, 3rd ക്ലാസ് ഡിസിപ്പിൾ ഓഫ് ഗ്രേറ്റ് മൗണ്ട് ഹോസെറ്റ്, ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഡുവലിനെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സംഭവങ്ങളെല്ലാം കണ്ട് നമ്മുടെ എൽഡസ്റ്റ് നല്ല വല്ല ദേഷ്യം വന്നു. പുള്ളി ഞാൻ അടുത്ത ഡിസിപ്പിളിനോട് വിളിച്ചിട്ട് അങ്ങോട്ട് പോകാനും അവരെ എല്ലാം തോൽപ്പിക്കാനും പറയുന്നു. ആ ഡിസിപ്പിളിൻ അങ്ങോട്ട് പോകുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ പെർഫെക്റ്റ് വിക്ടറി ഇങ്ങനെ തകർക്കാൻ? ചൂമ്യോ, നീ ഞാൻ പ്രതീക്ഷിച്ചേക്കുന്ന സ്ട്രോങ്ങറാണ്. പക്ഷേ അത് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നിൻ്റെ വിക്ടറി കാരണം മൗണ്ട് ഹോസെറ്റ് ഉയരില്ല, ഞാൻ ഒരിക്കലും അത് നടക്കില്ല. അവിടെ ആ ഡിസിപ്പിൾ ആ അറീനയിലെത്തി. അന്ന് യോഞ്ച മനസ്സി, ഇതിപ്പം ഒരു 2 വർഷമായി, അല്ല ഇത് അതിനേക്കാളും കുറവാണ് ഞാൻ ലാസ്റ്റ് അവനെ ഫേസ് ചെയ്തിട്ട് പാസ്റ്റ് കളിക്കുന്നു. നമ്മുടെ യോഞ്ചാണെങ്കിൽ അവിടെ തെറിച്ചു വീഴുന്നു, ഫുള്ള് പരിക്കൊക്കെ ആയിട്ട്. അവിടെ ഈ ഡിസിപ്പിളാണ് നമ്മുടെ യോഞ്ചോനെ ഡിഫീറ്റ് ആക്കിയിട്ട് നിൽക്കുന്നു. എൻ്റെ യോഞ്ചൻ പറയുന്നു, ഇന്നത്തെ റിസൾട്ട് എന്തായാലും വ്യത്യാസമായിരിക്കും. എൻ്റെ യോഞ്ചൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട്, ഇപ്പം ചൂമിങ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പോലെ തന്നെ ഇപ്പോഴും തോറ്റേനെ. ഞാൻ ചെയ്ത ട്രെയിനിങ് എല്ലാം വെറുതെ ഒന്നും തോന്നിയെന്നെ. രണ്ട് യോഞ്ചൻ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഞാൻ ഓർത്തേനെ, ഇനി എന്തോരം ട്രെയിൻ ചെയ്തിട്ടും എനിക്ക് ജയിക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ട് ആ മരം അവിടെ എന്തോരം ഒച്ച കേൾക്കുന്നു. നമ്മുടെ യോഞ്ചൻ അങ്ങോട്ട് നോക്കിയിട്ട് എല്ലാവരും തോൽവി സമ്മതിച്ചിട്ടും ഒരാൾ മാത്രം തുടർന്നുകൊണ്ടേയിരുന്നു. അത് നമ്മുടെ സീനിയർ ബേയാക്ചുൻ. അവിടെ കാണിക്കുന്നത് നമ്മുടെ ബേയാക്ചുനാണ് ട്രെയിൻ ചെയ്യുന്നതാണ്. അന്ന് ഒരു ചെറിയ ചെക്ക് അവിടെ വന്നു, ചൂമിയോ. അവൻ കാരണം ഞങ്ങൾ ഒരുപാട് മാറി. ഈ ട്രെയിനിങ് കാരണം ഞങ്ങളും സദീൻ സെറ്റുമായിട്ടുള്ള ഗ്യാപ്പ് ചെറുതായോ? എനിക്കത് ഉറപ്പില്ല, പക്ഷേ റിസൾട്ട് എന്തായാലും ഞാൻ അത്ര ഈസി ആയിട്ട് ഇപ്പോൾ തോറ്റു പോവില്ല. അതുകൊണ്ട് ആ ഡിസ്പ്ലേ പറയാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കഴിഞ്ഞ ഫൈറ്റിൽ ഞാൻ എന്തോ ഈസി ആയിരുന്നു നിന്നുമായിട്ട് ഫൈറ്റ് ചെയ്തതെന്ന്. എനിക്കതിന് നിന്നോട് നന്ദിയൊന്നും പറയാനില്ല. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ആ ഡിസ്പ്ലേ നമ്മുടെ യോഞ്ചനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷേ യോഞ്ചൻ അങ്ങ് ഞെട്ടിയിട്ട് മനസ്സിൽ, അവൻ്റെ ഈ പോസ് ലാസ്റ്റ് ടൈമിനേക്കാളും ഡിഫറെൻ്റ് ആണല്ലോ. ഇത് ഫാസ്റ്റും പിന്നെ സിമ്പിളും അറ്റാക്കാണ്. ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോഡ് പാത്ത്. എനിക്ക് ഇതുവരെയായിട്ടും അവൻ്റെ ഈ സോഫ്റ്റ് സ്ട്രൈക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്നിട്ട് യോൻസൺ പറഞ്ഞ സോഡ് തയ്യാറാക്കിയിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. ആ കൗണ്ടർ അറ്റാക്ക് കണ്ടിട്ട് നമ്മുടെ ഡിസിപ്പിളാണെങ്കിൽ ഞെട്ടി, പുള്ളിയാണ് തെറിച്ച് വീഴുന്നു. അപ്പോൾ നീ ഇത്ര നാളും വെറുതെ ഒന്നും ഇരിക്കുമല്ലായിരുന്നു അല്ലേ? എന്നിട്ട് ആ ഡിസിപ്പിളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. നിനക്ക് ഈ പ്രാവശ്യം ഒരു ചാൻസും കിട്ടില്ല ജയിക്കാൻ വേണ്ടി. യോൻജോങ്ങിനാണെങ്കിൽ ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. പുള്ളിയാണ് അറ്റാക്ക് ബ്ലോക്ക് ചെയ്തപ്പോൾ കാറും ചെയ്തു. അവൻ ഫാസ്റ്റാണ്, അവൻ്റെ അറ്റാക്ക് ഹെവിയുമാണ്. ഈ അറ്റാക്ക് നേരത്തേക്കാളും 2 ഇരട്ടി സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഇതിവൻ്റെ ട്രൂ സ്ട്രെങ്ത് ആണോ? ആ ഡിസ്പ്ലേ വീണ്ടും നമ്മുടെ യോഞ്ചോനെ അറ്റാക്ക് ചെയ്യുന്നു. അണ്ട യോഞ്ചോ, പക്ഷേ എന്തുകൊണ്ട് എനിക്ക് അവൻ്റെ സോഡ് മൂവ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്? അവർ ഈ ഫൈറ്റ് നടത്തിയിട്ട് ആ ഡിസ്പ്ലേ മനസ്സിൽ, എന്ത് അതെന്തായിരുന്നു ഇപ്പോൾ സംഭവിച്ചേ? അവൻ്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല എന്നെ ഇങ്ങോട്ട് പുഷ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ യോഞ്ചോങ്ങിന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അണ്ട യോഞ്ചോ പറയുന്നു, ഇത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ ഡിസ്പ്ലേ ഞെട്ടി. ഞാൻ അതങ്ങനെയല്ല പറഞ്ഞത്, അതൊരു സീരിയസ് ആയ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത്, നീ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇത്ര ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്യല്ലോ. എൻ്റെ കുറച്ച് അറ്റാക്ക് ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ നീ എത്ര ആളാവൊന്നും വേണ്ട. ഇവിടെ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് ആ ഡിസ്പ്ലേ ആണെങ്കിൽ യോൻജോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. യോൻജോങ് ആണെങ്കിൽ അത് ഡോജ് ചെയ്തിട്ട് അവൻ്റെ വയറ്റിന് തന്നെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. പുള്ളിയാണ് അവിടെ തെറിച്ച് വീഴുന്നത്. പുള്ളിയാണ് ഇത് കണ്ട് ഞെട്ടിപ്പോയി. നമ്മൾ യോൻജോങ്ങും ഒപ്പം തന്നെ ഇവിടെ എന്ത് ഈ സംഭവിക്കുന്നത്? യോൻജാണ് നമ്മുടെ എം സിനെ ആലോചിച്ചു.
ഇവൻ ഇത്രയും കളി ഞങ്ങളിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആ ഡിസിപ്ലിനാണ് ഇത് ദേഷ്യമൊക്കെ വന്നിട്ട് ശരിക്കും ബഹളം ഉണ്ടാക്കി. എന്നിട്ട് ആ ഡിസിപ്ലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഒന്നുകൂടെ പോയി. ആണെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഞാനിത് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതാണ്, ഒരു ദിവസം പോലും മുടങ്ങാതെ. എന്നിട്ട് ഡൗൺവേർഡ് സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യോങ്ജോങ് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവസാനം എല്ലാ സോഡ് മൂവും ഒരുത്തിൻ്റെ കൈകൾ മൂവ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ്. ഒരു മല പോലെ ഞാൻ എൻ്റെ ലോവർ ബോഡി റൂട്ട് ചെയ്യണം. എന്നിട്ട് ആ സമയം ആ ഡിസിപ്ലിൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതുകൊണ്ട് യോങ്ജോങ് മനസ്സിൽ ഒരു ക്രിട്ടിക്കൽ മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഒരു ഹെസിറ്റേഷൻ പോലും ഇല്ലാതെ എന്നും പറഞ്ഞിട്ട് ഇവിടെ യോങ്ജോങ് ആണെങ്കിൽ ആ ഡിസിപ്ലിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്ക് ശ്രദ്ധിച്ച സദേൺ ഡിസിപ്ലിൻ ആണെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ യോങ്ജോങ്ങിൻ്റെ അറ്റാക്ക് ആണെങ്കിൽ ആ സോഡും ബ്രേക്ക് ചെയ്ത് അവൻ്റെ മേത്ത് ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ബ്രേക്ക് ചെയ്തോടെ അവിടെ തെറിച്ച് വീഴുന്നു, കൂടെ ആ ഡിസിപ്പിളും. ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്നത് നമ്മുടെ ഡിസിപ്പിൾസും എൽഡറും എല്ലാം. ഇന്നലെ ഡിസിപ്പിളിനാണ് ബോധവും പോയി. എന്നിട്ട് യോങ്ജോങ് ആണെങ്കിൽ വാള് മാറ്റി വെച്ചിട്ട് ഇതൊരു നല്ല ഫൈറ്റായിരുന്നു എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഗ്രേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഡിസിപ്പിൾസ് എല്ലാം യോങ്ജോങ്ങിനെ ചീർ ചെയ്യുന്നു. പക്ഷേ ആ സമയത്താണ് നമ്മുടെ സെക്ലിയറാണ് ഇതെല്ലാം കണ്ട് ഷോക്കായി ബോധം കിട്ടുപോയി. സെക്ലിയറിനെ കണ്ട് ഞെട്ടി നമ്മുടെ ഫിനാൻസ് ലീഡറും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, എല്ലറും എല്ലാവരും. എന്നിട്ട് യോങ്ജോങ് ആണെങ്കിൽ നമ്മുടെ ഡിസിപ്പിൾസിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ജോബിലെ സീനിയർ ബ്രദർ, നിങ്ങളെങ്ങനെ അത് ചെയ്തു? ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ അവിടെ പോയാൽ മതി, അവിടെ ചെന്ന് കഴിയുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും. എന്നിട്ട് യോങ്ജോങ് നമ്മുടെ എം സിനെ കാണാൻ നോക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നീ ഞങ്ങളെ എന്താ ചെയ്തത്? ഇപ്പം നമ്മുടെ എം സി പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ നിങ്ങളെ എല്ലാം ജയിക്കാൻ പറ്റുന്ന പോലെയാക്കി, അത്രേ ഉള്ളൂ. അവരുടെ ഏജ് കൺസിഡർ ചെയ്യുമ്പോൾ സെറ്റുകാർ സ്ട്രോങ് ആണ്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അവർ വീക്കുമാണ്. അവർ വീക്കും സ്ട്രോങ്ങും ആണെന്നോ? നീ എന്താ ഈ പറയുന്നത്? എൻ്റെ എം സി പറയുന്നു, അവർ അവരുടെ ഏജിനെ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ലേൺ ചെയ്തു. ലേൺ ചെയ്യുന്നത് നല്ലതല്ലേ? മാർഷൽ ആർട്സ് ലേൺ ചെയ്യുന്ന പറയുന്ന ഒരു ടവർ ബിൽഡ് ചെയ്യുന്ന പോലെയാണ്. അത് എന്തോരെ ഹൈ പോകും എന്നുള്ളത് അതിൻ്റെ ഫൗണ്ടേഷനെ അനുസരിച്ചിരിക്കും. പക്ഷേ ഇവന്മാരാണെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് ലെയറിന് പകരം തേർഡ് ലെയറും സെക്കൻഡ് ലെയറും ബിൽഡ് ചെയ്തു. അങ്ങനെയുള്ളപ്പം ഫസ്റ്റ് ലെയർ ബിൽഡ് ചെയ്ത വേറൊരു ടവറുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവരെ ഉറപ്പായിട്ടും വീഴും. അതെ, ഇതുതന്നെയാണ് മാർഷൽ ആർട്സിൻ്റെ ഫൗണ്ടേഷനും. നമ്മൾ പെർഫെക്റ്റായ ബോഡി ബേജ് പെർഫെക്റ്റായി സ്ട്രൈക്ക് ചെയ്യണം. ഈ ഫൗണ്ടേഷനിൽ നിന്ന് റൂട്ട് സ്ട്രെച്ചായി കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകും. അതുവഴി കൂടുതൽ ഫാസ്റ്ററും സ്റ്റഡിയറും അക്യുറേറ്റും ആയിരിക്കും. ഞാൻ നിങ്ങളെല്ലാം നിങ്ങളുടെ റൂട്ട്സിൽ ഫോക്കസ് ചെയ്യിപ്പിച്ചു, അത്രയേ ഉള്ളൂ. നോക്ക്, ഇപ്പോൾ ജോബിൻ്റെ മൂവ്മെൻറ്റ്സ് നേരത്തെക്കാളും വ്യത്യസ്തമാണ്. അവൻ്റെ ലോവർ ബോഡി ഷേക്ക് ആകുന്നില്ല, അവൻ്റെ സ്ട്രൈക്ക് ക്ലീനാണ്. ഏത് സിറ്റുവേഷനും ശാന്തമായി ഹാൻഡിൽ ചെയ്യുന്ന കണ്ണുകൾ. അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് ആ ഒരൊറ്റ അറ്റാക്കിൽ അവൻ്റെ സ്ട്രെങ്ത് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് മതി അവൻ്റെ പ്രായത്തിലുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി. ഇതത്ര ഈസിയാണെങ്കിൽ ബാക്കിയുള്ള സെറ്റുകാരെന്താ ഇതുപോലെ ട്രെയിൻ ചെയ്യാത്തത്? ഈസിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത ട്രെയിനിങ് എല്ലാം ഈസിയാണെന്നാണ് പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ സിമ്പിളാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പോൾ ദിവസം മുഴുവൻ പഠിക്കാനും പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിനക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അതങ്ങനെ നടക്കില്ല. എന്തുകൊണ്ടില്ല? നീ ചെയ്യുവാണെങ്കിൽ നീ ഒരു നോബിൾ പേഴ്സൺ ആവും. അപ്പം അതാണല്ലേ പറഞ്ഞത്. എല്ലാവർക്കും അറിയാം ഒരു നോബിൾ പേഴ്സൺ ആകും എന്ത് ചെയ്യണോ. പക്ഷേ അതെല്ലാം അറിഞ്ഞ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് പേരെ കാണുള്ളൂ. സാധാരണ ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും വേറെ ജീവിതം തേടും. അപ്പോൾ ഇതായിരുന്നു ഉദ്ദേശിച്ചവൻ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് ട്രെയിൻ റംസ് വീണ് കഴിഞ്ഞാൽ ഒരു പാറ തന്നെ വരാം. ഒരാൾ അയാളുടെ ട്രെയിനിങ് എല്ലാം എപ്പോഴും ഡിവോട്ടായിരിക്കണം. ഹാർഡ് വർക്കിനേക്കാളും വേറൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുമില്ല. ഇതിന് മുമ്പത്തെ ആൾക്കാർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം എന്താണെന്നറിയോ? കാരണം കുറേ ആൾക്കാർക്ക് ഇതൊന്നും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് ട്രെയിൻ ചെയ്യുക, അവരുടെ ലിമിറ്റ് വരെ ട്രെയിൻ ചെയ്യുക, എല്ലായ്പ്പോഴും തൻ്റെ ലിമിറ്റ് വരെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരാൾ ഇതെല്ലാം സാധിച്ചെടുത്തെങ്കിൽ അതായിരിക്കാം ഔട്ട്കം. അവിടെ ജോബിലാണെങ്കിൽ നമ്മളെ എനിമി ഡിസിപ്ലിനെ തോൽപ്പിക്കുന്നു. അപ്പം നീ ചെയ്തത് ഞാനല്ല ചെയ്തത്, നിങ്ങളാണ് ചെയ്തത്. നിങ്ങൾ ആ ട്രെയിനിങ് എല്ലാം എൻഡോർ ചെയ്തപ്പോൾ തന്നെ ഈ വിജയം ഉറപ്പായിരുന്നു. ചിറക് വളരുന്നതിന് മുമ്പ് തന്നെ പറക്കാൻ ശ്രമിച്ച പക്ഷികൾ ഇപ്പോൾ പഠിക്കും അവരുടെ ലാൻഡിങ് പ്ലേസ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഇതിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ട്രെയിൻ എല്ലാം ചെയ്തത്. ഇവൻ എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്? അവിടെ നമ്മുടെ യോങ്ജോങ് ആണെങ്കിൽ വീണ്ടും അറയിലേക്ക് നോക്കി. അപ്പോൾ മൗഹിയുടെ ഡിസിപ്പിൾ വീണ്ടും ജയിച്ചു. ഇതിപ്പോൾ നമ്മൾ 4 തവണ ജയിച്ചു. എന്നെയും ജോബിളിനെയും ചൂമിങ്ങിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ഒരേ ലെവലിലാണ്. ഇവരിങ്ങനെ തുടർച്ചയായി ജയിച്ചുകൊണ്ട് തന്നെ ഉറപ്പിക്കാം അടുത്ത മാച്ചുകളും ഇനിയും ജയിക്കുമെന്ന്. അതിനർത്ഥം മൗഹ സെറ്റ് സദേൺ സെറ്റിനെതിരെ ജയിച്ചു എന്ന്. അവിടെ സദേൺ സെറ്റ് ഡിസിപ്പിളാണ് പറന്നു വീഴുന്നു. അവിടെ വീണ്ടും മൗഹ ജയിക്കുന്നു. എല്ലാവരും മൗഹനെ cheer ചെയ്യുന്നു. 10 തവണ ജയിച്ചു, 10 തവണ തോറ്റു. കാണുമ്പോൾ ഏത് സൈഡിന് നല്ല മോറൽസും ഗ്രേറ്റ് സെൻസ് ഓഫ് വിക്ടറി ആർക്കാന്ന്? ചൂമയും നമ്മൾ ജയിച്ചു, ഇതിനെല്ലാം കാരണം നീയാണ്. നമ്മൾ MC ആണ്. അപ്പം നമ്മൾ ജയിച്ചു എന്നോ? ഇത്ര മാത്രം കൊണ്ടോ?
നമ്മൾ 10 തവണ ജയിച്ചാലും 10 തവണ തോറ്റു. അതിനർത്ഥം ഇത് ഡ്രോയാന്നല്ലേ? പക്ഷേ ഇതൊന്നും ഒരു നല്ല റിസൾട്ടല്ലേ? കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഡ്രോ അതെൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. ഇങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം ഫുള്ള് ഞാൻ നാണം കെട്ടിരിക്കും. അപ്പം ജോബുലും യോൻ മനസ്സിൽ പറയുന്നുണ്ട്, ഇത്രയും നല്ല സിറ്റുവേഷനിൽ ഞങ്ങളിന്ന് എൻജോയ് ചെയ്യാനെങ്കിലും വിട്. അപ്പം MC മനസ്സിൽ, ഒരു ഡ്രോ കൊണ്ട് സംതൃപ്തിപ്പെടാനാണെങ്കിൽ ഞാനിതൊന്നും തുടങ്ങുകയില്ലായിരുന്നു. ഈ സദേൺ സെറ്റുകാർ നമ്മുടെ ടെക്നിക്ക് മോഷ്ടിച്ചു. അതിലുമുപരിയായിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളുടെ സെറ്റ് ലീഡറിനെ കളിയാക്കുന്നു. അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. സീനിയർ ബ്രദർ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു മൊമെൻ്റ് പോലും മിസ് ചെയ്യില്ല. നമ്മുടെ യോൻജോങ്ങനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലായില്ല. നമ്മുടെ MC ആണ് അവിടെ നടന്നു പോകുന്നു. അവർ പറയുകയാണ്, എല്ലാവരും ചൂമ എങ്ങനെ ഏതാണ്ട് ഹിപ്നോട്ടൈസ് ആയ പോലെ നോക്കി നിന്നു. ആ പോകുന്നവനെ ഇനിയും ഒരുപാട് കാണും. അവൻ തന്നെയായിരിക്കും ഈ മൗണ്ട് ഹൊസറ്റിനെ ഒരിക്കൽ ലീഡ് ചെയ്യാൻ പോകുന്നതും. എന്നിട്ട് നമ്മുടെ MC അറീനയിലേക്ക് കയറിപ്പോന്നു. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ സെറ്റ് ലീഡറിനെ ആണെങ്കിൽ എൽഡർ മസാജ് ചെയ്യുകയും കാറ്റ് വീശി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുപോലൊരു ദിവസം വരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഇതെനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല എന്നൊക്കെ ഈ സെറ്റ് ലീഡർ കരഞ്ഞോട് മനസ്സിൽ പറയുകയാണ്. സെക്കൻഡ് ലീഡർ ആണെങ്കിലും പുറകെ നിന്ന് സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് സെറ്റ് ലീഡർ മനസ്സിൽ പറയാം, ഈ ചെയ്തതിന് ഒരു വാക്കുകൾ പോലും എനിക്ക് പറയാനില്ല. എൻ്റെ പ്രൊഡസേഴ്സിനെ എനിക്ക് അഭിമാനപൂർവ്വം ആഫ്റ്റർ ലൈഫിൽ കാണാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സെറ്റ് ലീഡറാണ് ശ്രദ്ധിക്കുന്നു. അറീനയിലേക്ക് നമ്മുടെ ഷൂമിൽ നടന്നു കയറി പോന്നു. ആ കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത്? അപ്പം നമ്മുടെ എൽഡർ ആണെങ്കിൽ ദേഷ്യത്തിൽ സദേൺ സെറ്റ് ഡിസ്പ്ലിനോട്, എടാ വിഡ്ഢികളെ, നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു നാണം കേട് വന്ന ശേഷം നമുക്ക് സദേൺ സെറ്റിലേക്ക് തിരിച്ചു പോകാമെന്ന്? നിങ്ങളെല്ലാം സദേൺ സെറ്റിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ തകർത്തു. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഓൺഹുമായിട്ട് തോൽക്കാൻ, അതും ഇത്രയധികം പേരുടെ മുമ്പിൽ. അപ്പം മറ്റേ എൽഡസ്റ്റ് 10 പ്രാവശ്യം തോറ്റു, ഒരു ഡ്രോ, അത് മോൺഹുമായിട്ട്. സെറ്റിൻ്റെ പെർഫെക്റ്റ് വിക്ടറി ഇവിടെ തകർന്നു. അവർക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാ. പെട്ടെന്ന് അവിടെ നിന്ന് വെച്ചാൽ, എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ എൽഡറും മെഡലിസ്റ്റുമാണ് ഇതൊന്ന് കേട്ട് ഞെട്ടിയിട്ട് നോക്കിയപ്പം അവിടെ നമ്മുടെ MC. എന്നിട്ട് MC പറയാണ്, സർ വാങ്, എന്താണ് ലിറ്റിൽ ട്വിസ്റ്റ്? നിങ്ങൾക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമായിരിക്കും നിങ്ങളെല്ലാം കണ്ട ശേഷം. അപ്പം ആരാ ജയിച്ചേ ഈ കോമ്പറ്റീഷനിൽ? എൽഡർ വാങ്ങാണെങ്കിൽ ആര് ജയിച്ചു എന്നോ? അവനിപ്പം ഇത് ഡ്രോ ആക്കാൻ ഒരു ഇൻറ്റൻഷൻ ഇല്ല. അവനിപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു റെസ്പോണ്ടും കൊടുക്കണം. നിങ്ങൾക്കെല്ലാം എന്താ തോന്നുന്നത്? ആര് ജയിച്ചു എന്ന് തോന്നുന്നത്? അവിടുത്തെ ഒരു മെർച്ചൻ്റാണ് നമ്മുടെ സദേൺ സെറ്റുകാരെ പിന്തുണയ്ക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വേറെ എൽഡർ ആണെങ്കിൽ നമ്മുടെ മൗഹ്യനെയും പിന്തുണയ്ക്കുന്നു. അവരെന്നിട്ട് അങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ വാങ്ങാണെങ്കിൽ നമ്മുടെ MC എടുത്ത് പറയുന്നു, നിങ്ങൾ കണ്ടില്ലേ ടോയിസ്റ്റ്, ഒരു ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പാടാണ്. അപ്പം MC, അത് ശരിയാണ്, ഇതൊന്നും കംപ്ലീറ്റ് ആയില്ല ഒരു ഡ്രോയിൽ അവസാനിച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനൊരു സജഷൻ വെച്ചാലോ? നമുക്കെന്തുകൊണ്ട് വിക്ടറി തീരുമാനിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തുകൂടാ? സദേൺ സെറ്റ് 10 പ്രാവശ്യം ജയിച്ചു, മൗൺഹു ആണെങ്കിലും അതുപോലെ 10 പ്രാവശ്യം ജയിച്ചു. നമ്മൾ അതിൽ ജയിച്ചവരും തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ ഇത് കേട്ട നമ്മുടെ എൽഡേഴ്സും ഡിസിപ്പിൾസും ഒന്ന് ഞെട്ടി. അപ്പോൾ MC, അതുവഴി നമുക്കൊരു ക്ലിയർ കൺക്ലൂഷനിലെത്താം. ഇത് കേട്ട് ഞെട്ടി യോൻജോങ്ങനെ പറയുകയാണ്, പക്ഷേ അവരെല്ലാം സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ അല്ലേ, നമ്മൾ തേർഡ് ക്ലാസ്സും. എന്നിട്ട് MC പറയുന്നു, എനിക്കൊരു കണ്ടീഷനുണ്ട്. ചുമ്മാ 1v1 ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത്ര രസമില്ല, ബോറിംഗ് ആണ്. തീർക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് തീർക്കണം. എന്നിട്ട് MC പറയുന്നു, നമുക്കൊരു ടീം മാച്ച് വെക്കാം. ജയിക്കുന്ന ആൾ ഇവിടെ നിൽക്കും, എന്നിട്ട് അടുത്ത ഓപ്പണൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് വരെ നിൽക്കുന്ന ആൾ ജയിക്കും. നിങ്ങൾക്കെല്ലാം എന്ത് തോന്നുന്നു? കേട്ടിട്ട് നമ്മുടെ എൽഡസ്റ്റാണ് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. ആൻഡ് MC, നിങ്ങൾക്കെല്ലാം പേടിയാണെങ്കിൽ വേണ്ട. MC ആണ് കൈ കൊണ്ട് കഴുത്ത് വെട്ടുന്ന പോലെ കാണിച്ചിട്ട് പറഞ്ഞു. അപ്പം എൽഡർ ആണെങ്കിൽ, എന്ത് ടീം മാച്ച് അല്ലേ? ചൂമിയും മൗൺഹുവിനെ റെപ്രസെൻ്റ് ചെയ്യാനും സദേൺ സെറ്റിനെ സജഷൻ നൽകാനും നീ ആരാ? നീ അങ്ങനെ ഒരു പൊസിഷനിലാണോ നീ ഓർത്തേക്കുന്നത്? അപ്പം നമ്മുടെ MC പറയാണ്, നിങ്ങൾക്കിത് സെറ്റിൽ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം റിസ്ക് ചെയ്യുന്ന അത്ര പാടൊന്നുമല്ലോ. അപ്പോൾ എൽഡറാണ് നല്ല ദേഷ്യം വന്നു, നീ ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് എത്ര ധൈര്യം? പെട്ടെന്ന് അവിടുന്ന് ഒരാൾ പറയുന്നു, ആ സജഷൻ നല്ലതാണല്ലോ. നോക്കിയിപ്പം ആ മെർച്ചൻസ് എനിക്കും കാണണമെന്നുണ്ട്. ഈ മൗൺഹുയിലെ തേർഡ് ക്ലാസ് ഡിസിപ്പിൾസും സദേൺ സെറ്റിലെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾസും ഫൈറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും കാണണമെന്ന് പറഞ്ഞു. ഇതൊന്ന് കേട്ട് ഞെട്ടിയിട്ട് നമ്മുടെ എൽഡർ. എന്നിട്ട് MC പറയുന്നു, കണ്ടിട്ട് നമ്മൾ രണ്ട് സൈഡും സമ്മതിച്ചാൽ മാത്രം മതിയെന്ന് തോന്നുന്നു. എൽഡറിനാണെങ്കിൽ നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അവിടെ നമ്മുടെ സെറ്റ് ലീഡർ പറയുന്നു, വെയിറ്റ്, നീ എന്താ ഈ പറയുന്നത്? എന്നിട്ട് എൽഡർ പറയുന്നു, ഇത് സമ്മതിക്കണം സെറ്റ് ലീഡർ. സെറ്റ് ലീഡർ ആണെങ്കിൽ, എന്ത് സമ്മതിക്കാനോ? ഇതുപോലത്തെ ഒരു സജഷൻ സമ്മതിക്കാനാണോ നീ പറയുന്നത്? സെറ്റ് ലീഡർ, അവനൊരു സ്മാർട്ടായ കുട്ടിയാണ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ച് കൂടിപ്പോകും ചില സമയത്ത്. പക്ഷേ അവൻ അത്രയ്ക്ക് വെടിയൊന്നുമല്ല. അവൻ്റെ തോട്ട്സിന് ഫുൾ കൺട്രോളും ഉണ്ട്.
അപ്പോൾ അവൻ പറയുന്ന ഈ സജഷൻ അവൻ ഒരിക്കലും അറിയാതെയല്ല ചെയ്യുന്നവൻ. അവൻ എന്തേലും മൈൻഡിൽ കാണുമായിരിക്കും. നമുക്ക് അവനെ വിശ്വസിക്കാം. സെറ്റിലുകൾ ഒന്ന് കേട്ട് ഞെട്ടിയിട്ട് നമ്മുടെ യൂസാങ്ങിനെയും ഫിനാൻഷ്യൽ ട്രെൻഡിനെയൊക്കെ നോക്കി. എന്നിട്ടൊന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് പറയുന്നു, ഇത് മൗണ്ട് സെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ സദേൺ സെറ്റ് എൽഡറും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. MC ഒന്ന് ചിരിച്ചിട്ട് പെട്ടെന്നാണെങ്കിൽ നമ്മുടെ യോജങ്ങനെ നമ്മുടെ MC ആണെങ്കിൽ പുറകോട്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോകും. എന്നിട്ട് MC ആണെങ്കിൽ എന്ത് പറ്റി? എന്നിട്ട് യോജൻ പറഞ്ഞു, നീ എന്താ ചെയ്യാൻ നോക്കണേ ഇവിടെ? നമുക്ക് അവരായിട്ട് എങ്ങനെ ജയിക്കാൻ പറ്റും? അവർ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിളാണ്. പിന്നെ ആ ജിങ് ജിയോയോങ്, അവൻ ഷാൻസിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ടാലൻറ്റഡ് സ്പോർട്സ്മാനാണ്. നീ ഞങ്ങളെ അവനുമായിട്ട് ജയിക്കാനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ഇത്രയ്ക്കൊന്ന് സ്ട്രോങ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ MC എന്ത് അവരുമായിട്ട് ജയിക്കാനോ? സീനിയർ ബ്രദർ, നീ സീരിയസ് ആയിട്ടാണ് പറയുന്നത്? പിന്നെ നീയല്ലേ ഇപ്പം അങ്ങനെ പറഞ്ഞേ? ഒന്ന് ഡ്രീം പോലും ചെയ്യണ്ട. നിങ്ങൾക്ക് ഒരിക്കലാണ് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. യോജോങ് ഒന്ന് കേട്ടിട്ട് കാര്യമൊന്നും പിടിയിട്ടില്ല. ഇപ്പോൾ യോജോങ് അവൻ്റെ ലിമിറ്റൊക്കെ പരമാവധി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനായിട്ട് ജയിക്കാം. പക്ഷേ ബാക്കിയുള്ള തേർഡ് ക്ലാസ് ഡിസിപ്പിൾസ് ഒരിക്കലും ജയിക്കില്ല. കാരണം ഈ ജങ് ജിയോയോങ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവരെ തകർക്കും. ഇവന് ഇപ്പോൾ ബേസിക്സ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഈ ജിങ് ജോങ് ശരിക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ യോജോങ്, നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് എന്തെങ്കിലും പ്ലാനുണ്ടോ? പ്ലാനോ? എന്നിട്ട് എൽഡറിനെ കാണിക്കുന്നു. ടീം മാച്ച്. അവന്മാരാ 9 പേരെയും വെച്ച് നിൻ്റെ സ്ട്രെങ്ത് ഡ്രെയിൻ ചെയ്തിട്ട് ഷൂമിങ്ങിന് ജയിക്കാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കണ്ണിങ് നായകൾ. അപ്പം നമ്മുടെ എൽഡസ്റ്റ് അങ്ങനെയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ജയിക്കണം. ഇനിയിപ്പോൾ അവിടെ 10 20 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവരെ എല്ലാവരെയും ഫേസ് ചെയ്യും. അല്ല, നമുക്ക് അവരുടെ ട്രിക്സിനൊത്ത് കളിക്കണ്ട. ഇപ്പം നീ ആ 10 പേരെ തോൽപ്പിച്ചാലും പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല. നീ ആണെങ്കിൽ ഇങ്ങനെ നേരിടണം. എന്നിട്ട് എൽഡറാണ് വേറെ ഡിസിപ്ലിനോട് പോയി ഫൈറ്റ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ആ എൽഡറാണെങ്കിൽ ആ അറീനയിലേക്ക് കയറിപ്പോകും. എന്നിട്ട് നമ്മുടെ MC കാണിക്കുന്നു. MC പറയുന്നു, വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും വേണ്ട, ഞാനാണ് പ്ലാൻ, ഇങ്ങോട്ട് പെട്ടെന്ന് വാ എന്ന് നമ്മുടെ എൽഡറിൻ്റെ അടുത്ത് MC പറയുന്നു. ഇത് കേട്ട് ഞെട്ടിയിട്ട് നമ്മുടെ എൽഡർ എന്നിട്ട് ആ ഡിസിപ്പിളാണെങ്കിൽ അറീനയിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് നമ്മുടെ MC പറയുക, മൗണ്ട് ഹോ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അത് നേരിട്ട് പ്രൂവ് ചെയ്തെങ്കിൽ ആരും റെക്കഗ്നൈസ് ചെയ്യില്ല. ജിയാങ്ഹുവിലെ എല്ലാവരുടെ അടുത്ത് അറിയിക്കണം ഈ മൗണ്ട് ഹോ ഇപ്പോൾ നേരത്തെ സെയിം മൗണ്ട് ഹോ അല്ലെന്ന്. ഇതുവഴി മൗണ്ട് ഹോയുടെ റെപ്യൂട്ടേഷൻ പെട്ടെന്ന് റിക്കവർ ചെയ്യാം. പക്ഷേ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ തേർഡ് ക്ലാസ്സും ഫൈറ്റ് ചെയ്ത് ജയിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. പക്ഷേ തേർഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനെ തോൽപ്പിച്ചു എന്ന് പറയുമ്പം അവർ ശരിക്കും സർപ്രൈസ് ആകും. പക്ഷേ ഒരൊറ്റ തേർഡ് ക്ലാസ് ഡിസിപ്പിൾ സദേൺ സെറ്റിലെ എല്ലാ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾസിനെയും തകർത്തു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? അത് ജിയാങ്ഹുവിലെ ഒരു ലെജൻഡായി മാറും. സീനിയർ ബ്രദർ, എൻ്റെ വാക്കുകൾ ഓർത്ത് വെച്ചു, ഒരു മൊമെൻ്റ് പോലും മിസ്സാക്കിയേക്കില്ലേ. എന്നിട്ട് ആ സദേൺ ഡിസിപ്പിൾ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ MC അടുത്ത്. പക്ഷേ MC അത് കേൾക്കാതെ, ഞാൻ ചൂമിയും മൗണ്ട് ഹോ സെറ്റ് തേർഡ് ക്ലാസ് ഡിസിപ്പിൾ. എന്നിട്ട് ആ ഡിസിപ്പിൾ പറയുന്നു, ഞാൻ യു ബേക്ക് സദേൺ സെറ്റ് സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ. എന്നിട്ട് നമ്മുടെ യോജോങ് കണ്ടി MC കണ്ടി ഞെട്ടിയിട്ട് മനസ്സിൽ പറയുകയാണ്, ഇവൻ എന്തോ ഒരു മാറ്റമുണ്ട്, അവൻ എപ്പോഴും പോലെയുള്ള ആ കുട്ടിത്വമില്ല, കണ്ടിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ ഒരു സ്പോർട്സ്മാനെ പോലെ ഉണ്ട്. എന്നിട്ട് യോജോങ് പറയുന്നു, ഒരു മൊമെൻ്റ് പോലും മിസ്സാക്കിയില്ല. എന്നിട്ട് യോജോങ്ങിലാണ് സീനിയർ ബ്രദർ. എന്നിട്ട് നമ്മുടെ MC പറയുന്നു, സദേൺ സെറ്റ് ഈ ദിവസമായിരിക്കും ഞാൻ ഒരു ഇതിഹാസത്തെ സൃഷ്ടിക്കുന്ന ദിവസം.